ഹായ് കൂട്ടുകാരെ, നല്ല നട്ടുച്ച വെയിൽ കണ്ടോ. നല്ല വെയിൽ. അപ്പോൾ ഒരു ചെറിയ കാര്യം പറയാൻ വന്നു കേട്ടോ. ഈ നമ്മൾ അന്ന് മുട്ടയുടെ കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ടല്ലോ. അപ്പോൾ നമുക്ക് വന്ന കമൻറ്റാണേ. അതിന് മുമ്പ് ഞാനൊരു കാര്യങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളാണ്. നമ്മളിവരെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു പീസിന് നമ്മൾ 160 രൂപ വെച്ചാണ് സെയിൽ ചെയ്യുന്ന ഒരു മാസമായ കുട്ടികൾ. ഇതിനകത്തും എല്ലാം കിടപ്പുണ്ട്. ഇതിൽ നമ്മളാണെങ്കിൽ നമ്മുടെ പ്യുവർ നാടൻ ബ്രീഡാണ് ഇതിലിട്ടിരിക്കുന്നത്. പ്യുവർ നാടൻ ബ്രീഡ്, അതായത് അടയിരിക്കുന്ന കോഴികളാണ് ഇതിലുള്ളത്. നമ്മുടെ മുട്ടക്കോഴികൾ വേറെയാണുള്ളത്. പിന്നെ നമ്മളിവിടെ ആണെങ്കിൽ ഇതിലെ പൂവന്മാർ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ പൂവന്മാരെ നമ്മളാണെങ്കിൽ ഇറച്ചിക്കടയിൽ കൊടുക്കാറുണ്ട്. ഇതിലിപ്പോൾ പൂവനും പെടയും ഉണ്ട്. നമ്മൾ ഇതിൽ നിന്നും പൂവന്മാരെ മാറ്റിയിട്ടിട്ട് അവരെ നമ്മളാണെങ്കിൽ ഇറച്ചിക്കടയ്ക്ക് വേറെ കൊടുക്കാറുണ്ട്. അതിനൊരു ചെറിയ പൈസ പ്രത്യേകം കിട്ടും. പിന്നെ ഇപ്പം നമ്മുടെ മുട്ടക്കോഴികളെ ഇട്ടിരിക്കുന്ന ഷെഡ് ഇതിന് പകരമായിട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂടാണ്. ഇത് ഞാൻ സ്വയം വെൽഡ് ചെയ്യുന്നതാണ്. നമ്മൾ വെൽഡിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ്. ഞാൻ ഈ കമൻറ്റ് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ അതെല്ലാം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ്. അതുപോലെ ഇതെല്ലാം ഞാൻ തന്നെ സ്വയം ചെയ്തെടുത്ത വെൽഡിങ് കൂടുകളാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാണ്. ഈ കൂടിന് 4000 രൂപ ഇത് മേടിച്ചപ്പോൾ. പക്ഷേ ഇത് പണിഞ്ഞെടുത്തപ്പോൾ എനിക്ക് 5000 രൂപയ്ക്കകത്ത് ആയതുള്ളൂ. ഇതിപ്പോൾ പണിഞ്ഞപ്പോൾ ഇത്രയും വലുത് പണിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7000 രൂപ 8000 രൂപയ്ക്കകത്തായി. എനിക്ക് ഇത്രയും സാധനങ്ങൾ വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ പരിസരമല്ല നിങ്ങളുണ്ടല്ലോ, അതല്ല ഒരു കോഴി ഫാം നമ്മൾ നടത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ പരിസരം നിങ്ങൾ കിടക്കുന്നത്. നോക്ക്, ഇതെല്ലാം ഞാൻ വൃത്തിയാക്കാറുണ്ട്. ഡെയിലി വൃത്തിയാക്കുന്നതാണ്. പിന്നെ എൻ്റെ കോഴികളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ എൻ്റെ മീറ്റ്. ഇങ്ങനത്തെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ചില കോഴികളൊക്കെ ആണെങ്കിൽ ഭയങ്കര വൃത്തിയിടാവും, തറ വൃത്തിയിടാവും. പക്ഷേ നമ്മുടെ ഈ കോഴികളെല്ലാം കണ്ടോ, ഈ കൂടിനകത്ത് ഈ പരിസരത്ത് എങ്ങും ഒരു സ്മെല്ല് പോലും കാണത്തില്ല. ഇതിലെല്ലാം നമ്മൾ അറക്കപ്പൊടിയും കാര്യങ്ങളും ഇട്ടിരിക്കുന്നതാണ്. നമ്മൾ ആഴ്ച ഒരു ദിവസം ഇതെല്ലാം ക്ലീൻ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത്. ഇനി ഒരു കമൻറ്റ്, ഈ ഫാമുകാരെ മൊത്തം ആക്ഷേപിച്ചുണ്ട്. അതായത് 300 വെച്ച് ഒരു മാസം 12,000 രൂപ കിട്ടത്തുള്ളൂ. അപ്പോൾ നിനക്ക് നല്ല ഇതുണ്ടല്ലോ, മേലാണെങ്കിൽ പണിയെടുത്തോളൂ. പിന്നെ കോഴി മുട്ടയിടുന്നതും കാത്തിരിക്കുന്നതിന് നിനക്ക് എന്തോ കഷ്ടപ്പാടാണ്. ഈ കോഴി മുട്ടയിടുന്നതും കാത്തിരുന്ന് കഴിഞ്ഞാൽ കോഴി വെറുതെ അങ്ങോട്ട് മുട്ടയിടത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. ഒരു ഫാം നടത്തുന്ന സമയത്ത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വൃത്തിയാക്കലൊക്കെ ഉണ്ട്. ഇവൻ്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ ആണെങ്കിൽ ജീവിക്കുന്ന കണക്കാണ് ബാക്കിയുള്ളത്. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഫാർമേഴ്സ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ. വെറുതെ അവിടെ പോയിരുന്നുകൊണ്ട് തൂമ്പെടുത്ത് കളച്ചാലോ വെറുതെ പോയിരുന്ന് നോക്കിക്കൊണ്ടിരുന്നാലോ ഒന്നും കിട്ടത്തില്ല. അതിനനുസരിച്ച് നല്ല രീതിയിൽ കിട്ടണമെങ്കിലേ കിട്ടത്തുള്ളൂ. അല്ലാതെ വെറുതെ പോയി നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഒരു ചേട്ടനുണ്ട്, എന്നെ എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ ഭയങ്കരമായിട്ട് വികാരം കൊണ്ട് പുളകിതനാവുന്നൊരു ചേട്ടനുണ്ട്. ചേട്ടൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ സമ്പാദിക്കുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് മുട്ടയുടെ തന്നെ ഇപ്പം നീ തന്നെ കണക്ക് പറഞ്ഞു, മുട്ടയുടെ ഒരു മാസം 12,000 രൂപ കിട്ടുന്നു. അത് മാത്രമല്ലാതെ ഞാൻ എൻ്റെ കോഴികളെ കൊടുത്തും അതല്ലാതെ ഞാൻ സമ്പാദിക്കുന്നുണ്ട്. നിങ്ങളാരും കൊണ്ടു തന്നിട്ടോ നിങ്ങളാരും കൊണ്ട് വെച്ച് നീട്ടിയിട്ടോ ഒന്നും അല്ലല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഒരു ഫലം, അതിൻ്റെ ഒരു സുഖം വേറെ ഒന്നും തന്നെ കേട്ടോ. അത് നീ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോഴും കളിയാക്കുമ്പോഴും നിനക്ക് എൻ്റെ സുഖം മനസ്സിലാകത്തില്ല. കാരണം നീ അതുപോലെ കഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ആ കഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നീ ഇതുപോലുള്ള ഇതിൽ നീ എന്തെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും മുട്ട കഴിച്ചിട്ടുണ്ടോ? ആ മുട്ട നിനക്ക് എവിടുന്നാണ് വരുന്നത്? നീ അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലെ നോക്കിയിരുന്ന് തന്നെയാണ് നിനക്കൊക്കെ ഇത് മുട്ട ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത് കേട്ടോ.